നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ +2 ലെവൽ കോമൺ പ്രിലിമിനറി 35 ദിവസത്തെ ടൈം ടേബിളിന്റെ ഫസ്റ്റ് ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഒന്നാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. കുറേ പേരൊക്കെ എനിക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഓരോ ആഴ്ചയിലും കവർ ചെയ്ത് പോവുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ കാര്യങ്ങൾ തീരുകയും ചെയ്യും. എന്നാൽ ലാസ്റ്റ് സമയത്ത് ടെൻഷൻ അടിക്കേണ്ടി വരികയില്ല. അപ്പോൾ അത് പറ്റുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ പറയുന്നവയിൽ തെറ്റായ പരാമർശം ഏതാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ പരാമർശം ഏത്? ഓപ്ഷൻ എ, അനുച്ഛേദം 15 രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വംശം, മതം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നു. ഓപ്ഷൻ ബി, അനുച്ഛേദം 17 രാജ്യത്തെ എല്ലാ തരത്തിലുള്ള തൊട്ടുകൂടായ്മയും നിരോധിക്കുന്ന അനുച്ഛേദമാണ്. ഓപ്ഷൻ സി, അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം അനുച്ഛേദം 21 ഉറപ്പാക്കുന്നു. ഓപ്ഷൻ ഡി, അനുച്ഛേദം 24 സ്ത്രീകൾ, കുട്ടികൾ, യാചകർ ഉൾപ്പെടെ എല്ലാ മനുഷ്യരെയും നിർബന്ധിത ജോലി ചെയ്യിക്കുന്നതിനെ നിരോധിക്കുന്നു. തന്നിരിക്കുന്ന ആ ഒരു പരാമർശങ്ങളിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ തെറ്റായത് ഏതാണെന്ന് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻ എ, സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ബി, കസ്തൂരി രംഗൻ കമ്മിറ്റി. ഓപ്ഷൻ സി, രാധാകൃഷ്ണൻ കമ്മീഷൻ ഓർ കമ്മിറ്റി. ഓപ്ഷൻ ഡി, രംഗരാജൻ കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു പ്രത്യേക കാലയളവിൽ, സാധാരണയായി 1 വർഷം, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമായി ദേശീയ വരുമാനം സാധാരണയായി നിർവചിക്കപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ദേശീയ വരുമാനത്തെയാണ് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ആ പ്രസ്താവന ശരിയോ തെറ്റോ? ഓപ്ഷൻ എ ശരി, ഓപ്ഷൻ ബി തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1, 1868 ദാദാഭായ് നവറോജി പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതി. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ആദ്യ ശ്രമമായിരുന്നു അത്. വർഷമൊക്കെ നോക്കാം. 2, 1925-29 കാലയളവിലെ ദേശീയ വരുമാനം കണക്കാക്കിയ ഡോക്ടർ VKRV റാവു ആണ് ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയത്. 3, സ്വാതന്ത്ര്യാനന്തരം 1951 PC-യുടെ, അതായത് PC മഹലനോബിസിന്റെ നേതൃത്വത്തിൽ ദേശീയ വരുമാന സമിതി രൂപീകരിച്ചു. 4, 1950 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSO രൂപീകരിച്ചു. അപ്പം 4 പ്രസ്താവനകൾ വായിച്ചു നോക്കുക. ഈ 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓപ്ഷൻസ് എ 1 only, 1 മാത്രം തെറ്റ്. ഓപ്ഷൻ ബി 2ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ സി 3ഉം 4ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി 2 മാത്രം തെറ്റാണ്. വായിച്ചു നോക്കി വർഷം നോക്കി എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 5, 1, ലോക്പാലും ലോകായുക്തയും 2013 ലോക്പാൽ ലോകായുക്ത നിയമം വഴി സ്ഥാപിതമായ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ ആണ്. 2, കേന്ദ്രത്തിൽ ലോക്പാൽ, എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്ത എന്നിവ നിയമിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. 3, മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ. 4, 2013 ലോക്പാൽ ബില്ല് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നു. ജമ്മു കാശ്മീർ സംസ്ഥാനവും ഈ നിയമത്തിന് കീഴിലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് എഴുതേണ്ടത്. തെറ്റാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം തെറ്റ്. ഓപ്ഷൻ ബി 2ഉം 3ഉം തെറ്റ്. ഓപ്ഷൻ സി 4 മാത്രം തെറ്റ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1999 ഓപ്ഷൻ ബി, സിഡ്ബി എന്നാൽ ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഫുൾ നെയിം. ഓപ്ഷൻ സി, 1969 ജൂലൈ 19
RBIയുടെ നിയന്ത്രണ അതോറിറ്റിക്ക് കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, അലഹബാദ് ബാങ്ക് തുടങ്ങി 14 ബാങ്കുകളെ ഇന്ത്യ ഗവൺമെന്റ് ദേശസാൽക്കരിച്ചു. അപ്പം ഈ തന്നിരിക്കുന്നതിനകത്ത് ശരിയായ പ്രസ്താവന, ഈ 3 പ്രസ്താവന നോക്കിയിട്ട് ശരിയായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എയും ബിയും സിയും ശരിയാണ്. ഓപ്ഷൻ ബി എയും സിയും മാത്രം ശരിയാണ്. ഓപ്ഷൻ സി മാത്രം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. 200 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിന്റെ വേഗത എത്രയാണ്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 17. ക്വസ്റ്റ്യൻ നമ്പർ 8. 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ എ 4 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 1.6 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 2 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 4.5 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി? ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ക്വസ്റ്റ്യൻ നമ്പർ 10. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്? ഓപ്ഷൻ എ 7 വർഷം, ഓപ്ഷൻ ബി 6 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 3 വർഷം. അപ്പോൾ ഇനി നമുക്ക് ഓരോ ആൻസർ ആയിട്ട് നോക്കാം. ഞാൻ ആൻസർ പറഞ്ഞു പോകും, നിങ്ങൾ ടിക്ക് ഇടുക. ലാസ്റ്റ് എത്ര മാർക്കാണോ കിട്ടിയത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതിൽ തെറ്റായ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1 തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഓപ്ഷൻ എ സ്വരൻ സിംഗ് കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 3, തെറ്റാണോ ശരിയാണോ? ഇത് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 4, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. തെറ്റായത് 3ഉം 4ഉമാണ്. സോ ഓപ്ഷൻ സി 3ഉം 4ഉമാണ് തെറ്റായ ഓപ്ഷൻ. 5, തന്നിരിക്കുന്നവയിനകത്ത് തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നായിരുന്നു. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാം ശരിയാണ്, ഓപ്ഷൻ ഡി. 6, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു ചോദിച്ചത്. അപ്പം ഇതിനകത്ത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എയും ബിയും സിയും ശരിയാണ്. സോ ഓപ്ഷൻ എ ബി സി. 7, 200 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിന്റെ വേഗത എത്രയെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി 25 ആണ് കേട്ടോ. 25 ആണ് ആൻസർ. 8, 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. ഓപ്ഷൻ എ 4 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 9, ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി? ഓപ്ഷൻ സി ദായാണ്. 10, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്? ഓപ്ഷൻ ബി 6 വർഷം. അപ്പോൾ 10ൽ 10 കിട്ടിയവർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, നമ്മുടെ പ്രിലിംസിന് മിക്കപ്പോഴും ഇത്രയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരത്തില്ല. എങ്കിലും ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇട്ട് തരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം തൊട്ടേ സ്റ്റേറ്റ്മെന്റ് ഇട്ടായിരുന്നു നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരുന്ന എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ കുറേ പേര് നമ്മളെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് പഠിപ്പിക്കുന്നത്, എന്തിനാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടുന്നത്, ഇതൊന്നും വരാൻ പോകുന്നില്ലെന്ന്. പക്ഷെ അത് ഫോളോ ചെയ്ത്, അന്ന് ഞാൻ പറഞ്ഞിട്ട് ഫോളോ ചെയ്ത്, വിശ്വസിച്ച് ഫോളോ ചെയ്ത് ഒരുപാട് പേർക്ക് പ്രിലിംസിൻ്റെ സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിലിംസ് അല്ലല്ലോ ലക്ഷ്യം. അപ്പോൾ പ്രിലിംസിന് തന്നെ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾ പ്രിലിംസും കടക്കും, മെയിൻസിന് നിങ്ങൾക്ക് ഈസിയും ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഓക്വേർഡ് ഫീൽ ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നെ പോയിക്കോളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. അടുത്ത ആഴ്ച പഠിക്കാനുള്ള ടോപ്പിക്സ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യക്കാരെ കയറി കാണുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.